നിലമ്പൂരിൽ പ്രചാരണം ഉച്ചസ്ഥായിലേക്ക് നടക്കുമ്പോൾ മന്ത്രിമാരുടെ ഒരു സംഘം തന്നെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. പ്രചരണ രംഗത്തുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ മിനിസ്റ്റർ പി രാജീവ് ചേരുകയാണ്. മിനിസ്റ്റർ, ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധം തന്നെയാണ് LDF പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. അതിൽ തന്നെ ആയിരിക്കുമോ ഇനിയുള്ള ദിവസങ്ങൾ? അല്ല, അത് നമ്മൾ ഉയർത്തി കാണിക്കാതെ തന്നെ ജനങ്ങളുടെ മുൻപിലുണ്ട്. കാരണം ജമാഅത്ത് ഇസ്ലാമി ലോകത്ത് എല്ലായിടത്തും ഭീകരവാദ സംഘടനകളുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കൻ പാർലമെന്റിൽ ഉൾപ്പെടെ ലോകത്തിന്റെ പല ജനാധിപത്യ വേദികളിലും ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടുകൾ വളരെ ശക്തമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈജിപ്തിൽ അധികാരത്തിൽ വന്ന് പിന്നീട് ഭീകരമായ രീതിയിൽ ജനങ്ങളെ കൊന്നൊടുക്കിയതിന്റെ പേരിൽ ജനങ്ങൾ തന്നെ പുറന്തള്ളിയ ബ്രദർഹുഡ്, മുസ്ലിം ബ്രദർഹുഡ്, അവരവിടെ നിരോധിക്കപ്പെട്ടു. അതുപോലെ UAE നിരോധിക്കപ്പെട്ടു, സൗദിയിൽ നിരോധിക്കപ്പെട്ടു. പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുള്ള ആ സംഘടന അവരുടെ നേതാക്കന്മാരുടെ പടവും കയറിക്കൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി ഇവിടെ വഖഫ് സംരക്ഷണത്തിന്റെ റാലി സംഘടിപ്പിച്ച അവരുടെ സംഘടനകൾ. അത് കടുത്ത വിമർശനത്തിനിരയായി. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, കുറെ കൂടി തീവ്രമായിരിക്കും. ലോകത്ത് ഭീകരവാദ സംഘടനകളുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സംഘടനയ്ക്ക് ആദ്യമായിട്ടാണ് ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഒരു അസോസിയേഷൻ കിട്ടുന്നത്. കോൺഗ്രസ് അവർക്ക് ഒരു അസോസിയേറ്റ് മെമ്പറാക്കുന്നു. അപ്പൊ അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി തുടങ്ങി ഇതിന് ഒരു അംഗീകാരം കിട്ടുകയാണ്. നിയമസഭയിൽ അസോസിയേറ്റ് മാറി UDFന്റെ ഒരു ഘടകകക്ഷി എന്ന രൂപത്തിലേക്ക് മാറും. അത് കേരളത്തിനകത്ത് വലിയ അപകടം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി പോലും പറയാത്ത രൂപത്തിലാണ് അവരെ ന്യായീകരിക്കാൻ, വെള്ളപൂശാനായിട്ട് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത്. അതിനോടുള്ള പ്രതികരണം ജഫ്രി തങ്ങൾ ബഹുമാനായി അദ്ദേഹം നടത്തുകയുണ്ടായി. പത്മ പുറപ്പെടുവിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവിനല്ലല്ലോ അധികാരം എന്നുള്ളത്. അപ്പൊ അത്രമാത്രം വിമർശിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ സിറാജ് തന്നെ ബ്രദർഹുഡിന്റെ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച ഘട്ടത്തിൽ അവരുടെ എഡിറ്റോറിയൽ സൂചിപ്പിക്കുകയുണ്ടായി, വഖഫിന്റെ സംരക്ഷണമാണോ ബ്രദർഹുഡിന്റെ പ്രചരണമാണോ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പൊ അതുപോലൊരു സംഘടനയെ ഇത്രമാത്രം കുറച്ച് വോട്ടുകൾ ലഭിക്കുമോ എന്ന ഒറ്റ ധാരണയിൽ അവരുടെ അസോസിയേറ്റ് ആക്കുന്നു എന്നുള്ളത് ഏറെ അപകടകരമായ പ്രത്യാഘാതം കേരളീയ സമൂഹത്തിൽ ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനകത്തുള്ള മതനിരപേക്ഷവാദികളും മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും ഈ പ്രശ്നത്തിൽ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. PDPയെ ഒപ്പം ചേർത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുക, അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക, അതൊരു ശ്രമകരമായ ദൌത്യമാണോ? നിലമ്പൂരിലെ ജനങ്ങൾ അത് ഉൾക്കൊള്ളുമോ? PDP എന്ന് ഇവരൊന്നും ഇക്വേറ്റ് ചെയ്യാനേ പറ്റില്ലല്ലോ. അത് അവരെല്ലാ വർഷവും പിന്തുണയ്ക്കാറുണ്ട്. പഴയ അവസ്ഥയിലല്ലല്ലോ അവരുടെ ഉള്ളത്. ഇതൊരു അന്താരാഷ്ട്ര മാനമുള്ള ഒരു സംവിധാനമാണ്. അതിന് മൗദൂദിയുടെ കാഴ്ചപ്പാട് അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ ഇസ്ലാമിക് രാഷ്ട്രം എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അത് ലോകത്തെമ്പാടും നമുക്ക് വളരെ പ്രകടിതമായിട്ടുള്ള ഒന്നാണ്. അത് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാനുള്ളത് എങ്ങനെ ചർച്ചയൊന്ന് വഴിതിരിച്ചുവിടാൻ കഴിയുമോ എന്ന ശ്രമം മാത്രമാണ്. ഇതിനോടുള്ള പ്രതികരണം നിങ്ങൾ നോക്കിക്കോളൂ. പല സാമുദായിക സംഘടനകളാകാം, മതനിരപേക്ഷ സംവിധാനങ്ങളാകാം, അവരാരും ഈ ഇക്വേഷന് ഇതുമായി ഒരു താരതമ്യം PDPയുടെ DNA നോക്കിക്കൊള്ള അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ തന്നെ വളരെ പ്രകടമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ നിലപാടിനെ ന്യായീകരിക്കാൻ ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള വസ്തുതകൾ അല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ ചെലവാകുമെന്ന് കണക്കാക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പച്ചയായ വർഗീയതയാണ് LDF പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. മാത്രവുമല്ല, 9 വർഷത്തെ ഭരണത്തിൽ ഒന്നും പറയാനില്ലാത്തവരാണ് ഇത് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ വർഗീയതയിൽ മുങ്ങി നിൽക്കുകയാണല്ലോ. എന്നിട്ട് പറയാനൊരു അസാധാരണമായ സവിശേഷത പ്രതിപക്ഷ നേതാവിനുണ്ട്. കാരണം ജമാഅത്ത് ഇസ്ലാമിയെ കെട്ടിപ്പിടിച്ച് ആ രൂപത്തിൽ നിലപാട് സ്വീകരിച്ചിട്ട് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പ്രഖ്യാപനം നില നടത്തുമ്പോൾ എത്രമാത്രം അവകാശമാകും. നമ്മൾ ഓരോരുത്തരും നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഉത്തരവാദിത്വം അവരവർക്കുണ്ടല്ലോ. കേരളത്തിലെ ഭരണത്തെ സംബന്ധിച്ചുള്ള നല്ല വ്യക്തത ജനങ്ങൾക്കുണ്ട്. ഇപ്പൊ ആദ്യം അവർ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ക്ഷേമ പെൻഷൻ ഞങ്ങൾ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. ഇപ്പൊ അതെല്ലാം തന്നെ ജനങ്ങൾ തന്നെ തുറന്നു കാട്ടി. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളാണ്. അപ്പോ യഥാർത്ഥത്തിൽ 100 സീറ്റിൽ നേടി അടുത്ത തവണ അധികാരത്തിൽ വരുമെന്നാണ് കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചത്. ഇപ്പൊ 21 സീറ്റേ ഉള്ളൂ. 21ഉം 15 ലീഗിനും. കഴിഞ്ഞാൽ 22ഉം 18ഉം ആയിരുന്നു. നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിൽ പോലും 38 സീറ്റേ കോൺഗ്രസിനുള്ളൂ. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ 100 സീറ്റ് എന്ന് വലിയ ആത്മവിശ്വാസത്തിൽ പ്രകടിപ്പിച്ച ആളാണ് ചെറിയ വോട്ടുകൾക്ക് വേണ്ടി ഏറ്റവും അപകടകരമായ ഒരു സംവിധാനവുമായിട്ട് തന്നെ അവർക്ക് അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കാം എന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ എത്രമാത്രം ഒരു ഭയപ്പാട് അവർക്കുണ്ട് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. 9 വർഷത്തെ ഭരണത്തിന് ശേഷം നിലമ്പൂരിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ വ്യവസായ മന്ത്രി എന്ന നിലയിൽ വികസനം പറഞ്ഞു പോകുമ്പോൾ നിലമ്പൂരിന് എന്ത് കൊടുത്തു, എന്ത് കൊടുക്കും, അങ്ങനെ പറയാൻ എന്താണ്? വളരെ ഇന്നിപ്പോ ഞാൻ രാവിലെ ഒരു യോഗത്തിലെ കോവിലകം ഭാഗത്ത് പോയപ്പോ ഒരു അമ്മയും മകളും കൂടി വന്നു. നമ്മുടെ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. അവർ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പോ കോഴിക്കോട് ടാറ്റ എലക്സിയിലാണ് ജോലി ചെയ്യുന്നത്. മറ്റൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നേരത്തെ
ഇതുപോലെ തന്നെ ബാംഗ്ലൂർ പ്രവർത്തിച്ചിരുന്ന ആൾ കൊച്ചിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ എന്നുള്ളത് ഇപ്പൊ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. മോളെപ്പോഴും കാണാം. നേരത്തെ വല്ലപ്പോഴാണ് വരുന്നത്. ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളവർ കേരളത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആളുകൾ പുറത്തുനിന്നുള്ളവർക്കും ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിലമ്പൂര് ഞങ്ങളുടെ സ്വകാര്യ വ്യവസായ പാർക്കുകൾ പുതുതായി അനുവദിച്ചതിൽ 3 ഇവിടെ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സംരംഭങ്ങൾ വരുന്നുണ്ട്. ചില യൂണിറ്റുകൾ ഞാൻ നേരിട്ട് തന്നെ സന്ദർശിച്ചിരുന്നു. ഇവിടെ ദീർഘകാലമായി നിൽക്കുന്ന പ്രശ്നം ബൈപ്പാസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിന് കുറേയേറെ തടസ്സങ്ങൾ നേരത്തെ 30 കൊല്ലത്തോളമായ കാര്യമാണ്. തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്ന് ഇപ്പോൾ സാമ്പത്തിക അനുമതി, ഭരണാനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രശ്നം അതിവേഗത്തിൽ പരിഹരിക്കുമ്പോൾ സ്വരാജിനെ പോലത്തെ ഒരാൾ നിയമസഭയിൽ ഉണ്ടായാൽ അതും കൂടി സാധ്യമാകും. ഞങ്ങൾ പോയയിടത്തെല്ലാം ജനങ്ങളിൽ നല്ല പ്രതികരണമാണ്. ഭരണത്തിൽ ഞങ്ങൾ 9 വർഷം പൂർത്തീകരിച്ചല്ലോ, ഒരു തുടർച്ചയാണല്ലോ. അത് തുടരണം എന്നുള്ളൊരു ബോധം നേരത്തെ ഇടതുപക്ഷം തുടർച്ചയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ അത്യാവശ്യം ഇപ്പൊ അനിവാര്യം എന്ന നിലയിലേക്ക് മാറ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമാണ് എന്ന ഒരു പൊതുബോധം സമൂഹത്തിൽ വന്നിട്ടുണ്ട്. നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇതിപ്പോ ഒരു സെമി ഫൈനലായിട്ട് നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. അതായത് 2026 ഫൈനലിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനൽ. അതിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. എല്ലാ ടീമിനും ഒരു വൈസ് ക്യാപ്റ്റൻ ഉണ്ടാവുമല്ലോ. ഈ ടീമിലെ വൈസ് ക്യാപ്റ്റൻ ആരാണ്? ഇതൊരു ടീമാണല്ലോ. ഞങ്ങളുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീമാണ്, വളരെ യോജിപ്പോടുകൂടി പ്രവർത്തിക്കുന്ന ടീം. അതിനെ നയിക്കാൻ മുഖ്യമന്ത്രി, എല്ലാ വകുപ്പുകളും ഒരേപോലെ പ്രവർത്തിക്കും. ഇപ്പൊ ഞങ്ങൾ വ്യവസായത്തിന് മുന്നേറാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? വ്യവസായ വകുപ്പ് മാത്രം വിചാരിച്ചാൽ ഞങ്ങൾക്ക് മുന്നേറാൻ കഴിയില്ല. റവന്യൂവിന്റെ സഹായം വേണം, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹായം വേണം, ഇലക്ട്രിസിറ്റിയുടെ സഹായം വേണം, ധനവകുപ്പിന്റെ സഹായം വേണം, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സഹായം വേണം, ചിലപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ പോലും തൊഴിൽ വകുപ്പിന്റെ സഹായം വേണം. അതെല്ലാം ഏത് പ്രശ്നം വന്നാലും മുഖ്യമന്ത്രി ഞങ്ങൾ ഒന്നിച്ചിരുത്തുന്നു. ചിലപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു, ആലോചിക്കുന്നു, സെക്രട്ടറിമാരെ വിളിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ഇത് കേരളം കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ്, കളക്റ്റീവ് ടീമാണ്. ഇതിനകത്ത് മുഖ്യമന്ത്രി എല്ലാവരും നയിക്കുന്നു, ഞങ്ങൾ എല്ലാവരും തുല്യരായി പ്രവർത്തിക്കുന്നു. ഇതിനകത്ത് പ്രത്യേക എല്ലാവരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെ ടീം എല്ലാവരും ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത്. നിലമ്പൂരിലെ ഒരു ഭൂരിപക്ഷം പ്രവചനം അങ്ങനെ എന്തെങ്കിലും? നല്ല ആത്മവിശ്വാസമാണ്. ജയിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂരിന്റെ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിമറിച്ച ഒരു ഘടകമാണ്. ഒരാൾക്ക് പോലും കുറ്റം പറയാനൊന്നുമില്ല. നല്ല സ്വീകാര്യതയുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾ അവർ രാഷ്ട്രീയത്തിന് അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ അവർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കിടയിൽ നല്ല മതിപ്പ് കാണുന്നുണ്ട്. മറ്റ് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളും അവരും സ്വരാജിനെ അംഗീകരിക്കുന്നു. പിന്നെ ചിലരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിപ്പോ ഒരു 2 നിയമസഭാ സമ്മേളനത്തിനുള്ള ഒരാളാണല്ലോ. അപ്പൊ എന്തായാലും ഭരണത്തിന്റെ ഒപ്പം ഒരാളല്ലേ വരേണ്ടത്, നല്ലത്. ഇതുകൊണ്ട് കേരള ഭരണത്തിലൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതേവരെ കോൺഗ്രസ് ചെയ്തതാണ്. ഇത്തവണ ഈ 5-8 മാസം നിലമ്പൂരിനെന്തെങ്കിലും കിട്ടട്ടെ, അതിന് ഭരണപക്ഷത്തിനൊപ്പമാണ്. അവിടെ പോയി സമരം ചെയ്ത് വാക്കൗട്ട് നടത്തുന്ന ആളല്ലല്ലോ വേണ്ടത് എന്ന ഒരു ചിന്ത അവർക്കൊപ്പമുള്ള ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ കണ്ട് ചിലർ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ എന്തുകൊണ്ടും നല്ല രീതിയിൽ വിജയിച്ച് കയറാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഏതാ ജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ജനങ്ങളാണല്ലോ നമ്മൾ നിർണ്ണയിക്കുക. അത് നമ്മൾ പരമാവധി ജനങ്ങളിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ മികവ്, നാടിന്റെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണം അവർ അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അവരാണ് വിധി എഴുതുക. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിച്ച് ഞങ്ങളോടൊപ്പം നിയമസഭയിൽ, ഞങ്ങൾക്ക് 4 വർഷം കേരള നിയമസഭയ്ക്ക് സ്വരാജിനെ മിസ് ചെയ്തിട്ടുണ്ട്, അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്.